ഹായ് ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മാത്സിലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ 10th കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അതിന്റെ കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. അതിന്റെ കോൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ. ഇതൊരു വാളാണ്. ഈ വോളിന്റെ ടോപ്പിലോട്ട് ഞാൻ ഈ ഒരു പോയിന്റ് സിയിൽ നിന്ന് നോക്കാണ്. അപ്പൊ ഇതാണ് എന്റെ ലൈൻ ഓഫ് സൈറ്റ്. ഇങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഈ ലൈൻ ഓഫ് സൈറ്റും ഈ വോളിന്റെ ബേസ്, ഇതാണ് ബേസ്, അവിടുന്ന് ഈ ഞാനും തമ്മിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സി ബി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്തു. ഈ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയും. ഈ തീറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ വോളിന്റെ ഹൈറ്റോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കണ ഈ വോളിൽ നിന്ന് നമ്മളിലേക്കുള്ള ദൂരമോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ ഇക്വേഷൻ എന്ന് പറയുന്നത് tan θ is equal to പെർപെൻഡിക്കുലർ സൈഡ്, അതായത് എ ബി ഡിവൈഡ് ബൈ ബേസ്, അതായത് ബി സി. ഇതാണ് നമ്മൾ സാധാരണ tan θയുടെ ഇക്വേഷൻ. പിന്നെ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു 10 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഈ ഹൈറ്റ് ആണ് 10 നില. ഓക്കെ, ഞാൻ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ 10ാമത്തെ നില നോക്കാണ്. അപ്പൊ അവിടെ മേക്ക് ചെയ്യണ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി അതിന് പകരം ഇത് ടോട്ടൽ 20 ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇപ്പൊ ഈ എ എന്നുള്ളതാണ് അതിന്റെ ടോപ്പ്. ഈ എ എന്നുള്ള ഈ 20 ഫ്ലോർ ഉള്ള ഈ ബിൽഡിംഗിലേക്ക് നമ്മൾ നോക്കാണ്, ഈ താഴെ നിന്ന് നോക്കാണ്. അങ്ങനെയാവുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ത് ചെയ്യും? കൂടും. അതായത് സെയിം പോയിന്റിൽ തന്നെ നിൽക്കണം. നമ്മൾ 10 നിലയിലേക്ക് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ ഇപ്പൊ 30 ഡിഗ്രി ആണെങ്കിൽ 20 നിലയിലേക്ക് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ കൂടി വരും. ഓക്കെ, ഇനി ഇതൊരു ലൈറ്റ് ഹൗസ്, DC ലൈറ്റ് ഹൗസ് ആണ്. ഈ ലൈറ്റ് ഹൗസിൽ നിന്നും ബി എന്നുള്ള പോയിന്റിൽ നിന്ന് ഞാൻ നോക്കാണ്. അപ്പൊ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. ഇനി അവിടുന്ന് നമ്മൾ കുറച്ചും കൂടിയും ബാക്കിലോട്ട് പോന്നു, എന്നിട്ട് നോക്കാണ് ഈ സെയിം ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലോട്ട്. ഓക്കെ, അപ്പോ നോക്കുമ്പോ അതായത് ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആംഗിൾ ഓഫ് എലിവേഷൻ അപ്പൊ കുറഞ്ഞു വരും. ഇനി ഇതിന് പകരം ഈ മുകളില് എ ബി ഒരു 10 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴെയുള്ള ഒരു കാറോ ഏതെങ്കിലും ഒരു വസ്തു സി എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണ്. അങ്ങനെയാവുമ്പോൾ ഇതാണ് അയാളുടെ ലൈൻ ഓഫ് സൈറ്റ്, ഇതാണ് ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാവുമ്പോൾ ഇതിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് നമ്മൾ പറയാം. ഇനിയിപ്പോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ട് എങ്ങനെ ആംഗിൾ ഓഫ് എലിവേഷൻ എടുത്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് പാരലൽ ലൈൻസാ. ഇത് കട്ട് ചെയ്ത് വരയ്ക്കുന്ന ട്രാൻസ്വേഴ്സലാ. അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് എന്തെടുത്തിട്ട് ചെയ്യാം? tan θ എടുത്തിട്ട് ചെയ്യാം. ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ ആക്കിയിട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ എല്ലാ ഇമേജിലും കോമൺ ആയിട്ട് പറയാനുള്ളത്, അതിന്റെ ഓൾട്ടിറ്റ്യൂഡോ അല്ലെങ്കിൽ ബേസ് ആണോ കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് tan θ തന്നെ ഉപയോഗിക്കാം. tan θ is equal to altitude divided by base.